ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഉള്ള ടൈം കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ഗാലറി കിടന്നാണ്. അപ്പോൾ ഞാനീ പോകുന്നത് ഒരു എക്സിബിഷനിലേക്കാണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ വെച്ചിട്ട് നടന്നൊരു എക്സിബിഷനാണ്. കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ചിട്ടായിരുന്നു ആ എക്സിബിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്. വ്യാവസായിക വകുപ്പായിരുന്നു നമുക്ക് എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കയറുവാണ്. സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന ആ സമയത്ത് മാത്രമേ നമുക്ക് പെട്ടെന്നൊക്കെ എല്ലാ സ്റ്റോളുകളും ഇങ്ങനെ കവർ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് 2 മണിക്കായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് സമയത്ത് നമുക്ക് വലിയ ക്രൗഡൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ തിരക്ക് വരുമ്പോഴത്തേക്ക് നല്ല ആൾക്കാരാകും. അപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റോളിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് നമുക്കങ്ങനെ പോയി പെട്ടെന്ന് എടുക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ സെക്കൻഡ് ഡേ ആണ് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഓരോ സ്റ്റോളുകളും ഇങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കസ്റ്റമേഴ്സ് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സ്റ്റോളിലെയും പ്രോഡക്റ്റുകൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇങ്ങനെ എടുത്ത് സംസാരിച്ച് പറയാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് പോരാൻ മാത്രമേ പറ്റിയിരുന്നുള്ളൂ. കാരണം എൻ്റെ സ്റ്റോളിലും ആളില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ടെൻഷനിലാണ് പെട്ടെന്ന് ഷൂട്ട് ചെയ്തത്. ഒരുപാട് നല്ല നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെയുള്ള സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതാണ്. ചിരട്ടകളൊക്കെ കൊണ്ടിട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. ഇത് അച്ചാർ അങ്ങനെയുള്ള സാധനത്തിൻ്റെ ആണ്. പിന്നെ കറ്റാർവാഴ സോപ്പിൻ്റെ സ്റ്റോളായിരുന്നു കേട്ടോ ഇത് മറ്റേ ജാക്ക് ഫ്രൂട്ട് കൊണ്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് അതിലുള്ളത്. പിന്നെ ഇതെല്ലാം ബാഗ്സാണ് കേട്ടോ. പല ടൈപ്പിലുള്ള ബാഗുകൾ, പിന്നെ വളം, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നത് കായത്തിൻ്റെ ഒരു സ്റ്റോളാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കവിടെ പാട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ ബ്രാൻഡിൻ്റെ പേര് ഇതാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അതിനകത്ത് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് വരുന്നത് ടിയാറ എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ഫേഷ്യൽ ബോംബ്, ഫേസ് സിറം, ഹാൻഡ് മെയ്ഡ് സോപ്പുകൾ ഒക്കെ ഉണ്ട്. പിന്നെ ടെറേറിയം ഉണ്ട്. അപ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നവർക്ക് അതും പർച്ചേസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സ്റ്റോളായിരുന്നു. നെക്സ്റ്റ് വരുന്നത് ഉണക്കമുളക്, അതുപോലെയുള്ള പൊടികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന സ്റ്റോളുകളായിരുന്നു. ഇതെല്ലാം ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ പിന്നെ വരുന്നത് ചിരട്ട കൊണ്ട് തന്നെയുള്ള ഉൽപ്പന്നങ്ങൾ ഉള്ളതും പിന്നെ നെറ്റിപ്പട്ടം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റോളായിരുന്നു നെക്സ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി കുറേ പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഈ കുട്ടി ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതാണ്, ഈ നെറ്റിപ്പട്ടം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അവരെയൊക്കെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് അവരുടെ ബ്രാൻഡ് നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഗെയിൻ മുളക് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന ഒരു സ്റ്റോള്, തേന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന ഒരു സ്റ്റോളുകൾ കൂടെയാണ് അടുത്തുണ്ടായിരുന്നത്. പിന്നെ പപ്പടത്തിൻ്റെ പല ടൈപ്പ് പപ്പടങ്ങളുള്ളൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അതായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ബ്രാൻഡ് ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഉണ്ടായിരുന്ന സ്റ്റോള് ഇതുപോലെ ഉപ്പിലിട്ട നെല്ലിക്ക, അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റോളായിരുന്നു. അപ്പോൾ ഇതൊരു യൂട്യൂബറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്തയുടെ സ്റ്റോള് വരുന്നത്. നെക്സ്റ്റ് ചിരട്ട കൊണ്ടിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഇതെൻ്റെ തൊട്ട സ്റ്റോളായിരുന്നു കേട്ടോ. ചേച്ചിയും ഞാനും കൂടെ നല്ല കൂട്ടായിരുന്നു. അപ്പോൾ ചേച്ചി എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണിതെല്ലാം. തെങ്ങിൻ തടി കൊണ്ടുള്ള തവി, കീ ചെയിനുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. വോൾ ഡെക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി പ്രോഡക്റ്റുകളാണ്. എല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് എൻ്റെ സ്റ്റോള്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ കമ്മൽ, അപ്പോൾ നമ്മുടെ സ്റ്റോളാകുമ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടിരുന്ന് എടുക്കാമല്ലോ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. മാലകൾ, കമ്മലുകൾ, അന്ന് ഡിസ്പ്ലേ ചെയ്തിരുന്ന എല്ലാ ഐറ്റംസും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെയർ ബോ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ പിന്നെ ബ്രേസ്ലെറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റോളാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സമയം നിന്ന് ഷൂട്ട് ചെയ്യാമല്ലോ, അതുകൊണ്ട് അതിത്തിരി കാര്യമായിട്ട് തന്നെ ഞാനൊന്ന് എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റോൾ നമ്പർ വന്നിരുന്നത് 22 ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് പോലെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയുള്ള അങ്ങനത്തെ ഒരു സ്റ്റോളായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വ്യാവസായിക വകുപ്പിൻ്റെ തന്നെ അവർ ഫീസ് കാര്യങ്ങൾക്കുള്ളൊരു സ്റ്റോളായിരുന്നു. പിന്നെ വരുന്നത് ഇതുപോലെ പേരൊക്കെ എഴുതുന്ന നമ്പർ പ്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റോളായിരുന്നു കേട്ടോ. നല്ല രസമുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. കുറേ വർക്കുകൾ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ടൈപ്പ് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ അവിടെ കണ്ടായിരുന്നു. അടിപൊളിയൊരു സ്റ്റോളായിരുന്നു കേട്ടോ. നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് പല സ്റ്റോളുകളും നമുക്ക് കാണാൻ പോലും പറ്റിയത്. കാരണം എൻ്റെ സ്റ്റോളിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കൊന്ന് പോകാനോ നമുക്ക് അവിടെ നിന്ന് പോയി എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ ഒന്നും, ജസ്റ്റ് ഒന്ന് പോയി കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങി എന്നല്ലാണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും വാങ്ങാൻ പറ്റിയതായി. ചവിട്ടിയൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അവർ തന്നെ ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ, തനിയെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. കുറച്ച് ചേച്ചിമാരാണ് അത് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നൈറ്റി, ഇതും വീട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന നൈറ്റികളാണ് കേട്ടോ. അടിപൊളി ഐറ്റംസാണ്, നല്ല കോട്ടൺ നൈറ്റികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിയായിരുന്നു. അങ്ങനെ രണ്ട് സ്റ്റോളുകൾ ഡ്രസ്സിൻ്റെ ഐറ്റംസ് തന്നെയുള്ളതുണ്ടായിരുന്നു. നല്ല വിലക്കുറവാണ്, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുമാണ് അവിടെ ഉള്ളത്. പിന്നെ വരുന്നത് ഇതുപോലത്തെ ഊഞ്ഞാലുകൾ, ഇങ്ങനത്തെ ഒരു ഒന്നോ രണ്ടോ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ റേറ്റ് വരുന്നത് 1200 കേട്ടോ. പിന്നെ ചവിട്ടികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഹാൻഡ് മെയ്ഡ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇതെന്താ സംഭവം എനിക്കറിഞ്ഞൂടാ. ഞാനിങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പോയി. അവരായിട്ടൊന്നും വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. നമ്മൾ ഹാൻഡ് മെയ്ഡ് ഹോം മെയ്ഡായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല പരിചയമായി നമുക്ക്. ഇതും അഗൈൻ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ അമ്മയ്ക്ക് നൈറ്റി വാങ്ങിയത്. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്, നല്ല തുണികളാണ് കേട്ടോ. നമുക്ക് നല്ല ലാസ്റ്റ് ചെയ്യുന്ന തുണികൾ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ റിവ്യൂവും കൂടെ പറയാൻ പറ്റും. പെട്ടെന്ന് ഞാൻ ആ വീഡിയോ കയറി വന്നപ്പോഴത്തേക്ക് ഏതാണെന്ന് എനിക്ക് കൺഫ്യൂഷൻ വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ. ഇവരുടെ ബ്രാൻഡിൻ്റെ പേര് സൂചി നൂലു എന്നാണ് കേട്ടോ. നല്ല വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. പിന്നെ വരുന്നത് സോപ്പിൻ്റെ തന്നെയാണ്. സോപ്പുകൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. സോപ്പ് ഓയിലുകളൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇത് പിന്നെയും ബാഗിൻ്റെയൊക്കെ ഒരു സ്റ്റോളായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവർ ഹോൾസെയിലായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്, സ്റ്റിച്ച് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ വരുന്നത് ഇതുപോലെ അവിൽ ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ, സേമിയ പായസത്തിൻ്റെ ഒരു സ്റ്റോളായിരുന്നു കേട്ടോ. പിന്നെ വരുന്നത് സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന അത് കുടുംബശ്രീയുടെ ഒരു സ്റ്റോളായിരുന്നു. പിന്നെ വരുന്നത് കായ വറുത്തത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നൊരു അച്ചാറുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ, സ്ക്വാഷ് ഒക്കെ വരുന്ന ഒരു സ്റ്റോളായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് വരുന്ന കുറേ ഓയിൽ, അച്ചാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ എക്സിബിഷന് നമ്മൾ കുറച്ച് നമ്മളുടെ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ നമുക്ക് ആലപ്പുഴയിൽ വെച്ചിട്ട് നടന്ന എക്സിബിഷൻ ആയതുകൊണ്ട് തന്നെ ഇത്തിരി വലിയൊരു എക്സിബിഷനായിരുന്നു. ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിരുന്നു. നേരത്തെ നമ്മുടെ ആ ഒരു ചേർത്തല ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു എക്സിബിഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊരുപാട് ആലപ്പുഴയിൽ തന്നെ ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ, ആലപ്പുഴയിൽ നിന്ന് മാത്രമല്ല ഒരുപാട് ദൂരത്തു നിന്നുള്ള കമ്പനികൾ അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ വന്നിരുന്നു എക്സിബിഷന് പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ ഗവൺമെൻറ്റിൻ്റേതായിട്ട് പങ്കെടുത്ത എക്സിബിഷനിൽ കുറേയധികം കുറച്ച് വലിയൊരു എക്സിബിഷനാണെന്ന് എനിക്ക് തോന്നി. സാധാരണ നമ്മൾ എക്സിബിഷൻ കൂടുതൽ അറ്റൻഡ് ചെയ്യാറ് കൂടുതലും പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളുടേതായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള പ്രോഡക്റ്റുകളൊക്കെ ആയിരിക്കും കൂടുതൽ
ഉണ്ടാവാറുള്ളത്. ഞാൻ ട്രേഡ് എക്സ്പോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റുകൾ അയച്ചു കൊടുത്തിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ബേസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് പക്ഷേ ഞാൻ ഡയറക്റ്റ് അതിൽ പങ്കെടുത്തിട്ടില്ലാത്തത് കൊണ്ട് ആ എക്സിബിഷൻ നമുക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. എൻ്റെ പ്രോഡക്റ്റുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു ചുരിദാറിൻ്റെ ടോപ്പുകളൊക്കെ ഉള്ളൊരു സ്റ്റോളായിരുന്നു കേട്ടോ. കുറേ നല്ല ഇവർ സ്വന്തമായിട്ട് യൂണിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നല്ല നല്ല ഡിസൈൻസൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ നിന്നൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വൈറ്റ് വരുന്നത് ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇട്ടിട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പ്രോഡക്റ്റായിരുന്നു. അപ്പോൾ ഇതെല്ലാം അവർക്ക് സ്വന്തമായിട്ട് യൂണിറ്റ് ഉണ്ട്. അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എനിക്കും കൂടെ ടോപ്പ് നോക്കാമെന്നുള്ള രീതിയിൽ പിന്നെ ഇനി അതിനൊരു ടൈം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് സമയം ആ ഒരു സ്റ്റോളിൽ സ്പെൻഡ് ചെയ്തായിരുന്നു. പിന്നെയുള്ള ഒരു സ്റ്റോൾ ഇതായിരുന്നു കേട്ടോ. എന്തൊക്കെ പ്രോഡക്റ്റ് ആണെന്നൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. പിന്നെ വരുന്നത് ബാഗുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു. പല കുഞ്ഞു കുഞ്ഞ് നമ്മുടെ എന്താ പേഴ്സുകൾ തൊട്ട് വലിയ വലിയ ബാഗുകൾ വരെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ എന്താ നാട്ടുവൈദ്യം അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഉള്ള ഒരു കുറേ അസുഖങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റോളുണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതൊരു സ്റ്റോളും പിന്നെ ജ്വല്ലറിയൊക്കെ ഉള്ളൊരു ബാഗും ജ്വല്ലറിയൊക്കെ ഉള്ളൊരു തെറ്റിപ്പോയതാണ്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ വീഡിയോ കണ്ടുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം കുറച്ച് നാളായതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നത്തെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് പോകുന്നല്ലോ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ വിട്ടുപോയി. അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റത്തെ ഒരു സ്റ്റോളായിരുന്നു കേട്ടോ. പിന്നെ ഇനി ഞാൻ എൻ്റെ സ്റ്റോളിൽ തിരിച്ചു വന്നു. അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്, പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കസ്റ്റമേഴ്സൊക്കെ പതുക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തന്നാൽ എനിക്ക് എൻ്റെ സ്റ്റോൾ മാനേജ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്